ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. ഇനോ വീഡിയോ വരാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. കാരണം സദ്യയൊക്കെ കഴിച്ച് നല്ല രീതിക്കൊന്ന് കിറങ്ങിക്കിടക്കുകയായിരുന്നേ. പിന്നെ എങ്ങനെയൊക്കെ കൂടി കുത്തിപ്പറിച്ച് എണീച്ചതാണ് ഞാൻ. കാരണം ഇപ്പോഴെങ്കിലും വീഡിയോ എഡിറ്റ് ചെയ്ത് ഇടണമല്ലോ. കാരണം എൻ്റെ സ്വഭാവം വെച്ചിട്ട് ചിലപ്പോൾ അടുത്ത വർഷമൊക്കെ ആയിരിക്കും ഈ വർഷത്തെ സാധനം റിലീസാവാൻ പോകുന്നത്. അപ്പം എങ്ങനെയൊക്കെയോ കൂടി എണീച്ച് വന്നതാണ്. ഇവിടെ മേക്കപ്പ് പോലും മര്യാദയ്ക്ക് ഞാൻ കഴുകി കളഞ്ഞിട്ടില്ല. എനിക്ക് ചൊറിയാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. മൈ ഗോഡ്, എന്തോ ടയേർഡ് ലുക്കാന്ന് നോക്കിയേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇങ്ങനെ ദുരന്തം പറഞ്ഞുകൊണ്ടിരുന്ന് തുടങ്ങി കഴിഞ്ഞാൽ ഞാൻ പിന്നെ നിർത്തലേ ഉണ്ടാവില്ല, ഇങ്ങനെ പറഞ്ഞോണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ഓണമല്ല, നമ്മുടെ കൊറോണ കഴിഞ്ഞിട്ടില്ലെങ്കിൽ 2021 ആണോ 22 ആണോ എന്നറിയില്ല, ഒരു യമണ്ടൻ സദ്യ നോമ്പും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നോമിൻ്റെ അമ്മ മേൽനോട്ടം ഓഫ് കോഴ്സ് ഉണ്ടായിരുന്നു, പക്ഷേ മെയിനായിട്ടും ഞാൻ തന്നെയായിരുന്നു കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്. അതൊരു യമണ്ടൻ സാധനം തന്നെയായിരുന്നു കേട്ടോ. അത് ഞാൻ വളരെയധികം മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. എൻ്റെ ഒരു എന്താ പറയുക, ആ ഒരു എനർജി ഞാൻ വളരെയധികം മിസ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും ഞാൻ മിസ് ചെയ്യുന്നുണ്ട്. അപ്പം അത്രയ്ക്കൊന്നും എത്തിയിട്ടില്ലെങ്കിലും കുറച്ചെങ്കിലുമൊക്കെ ഒരു സദ്യ ഉണ്ടാക്കണമെന്ന് എനിക്ക് ഇപ്രാവശ്യം ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് കുറച്ച് ഒരു രണ്ട് മൂന്നാലഞ്ച് ആഴ്ച മുന്നേ തന്നെ ഞാൻ അവിടെ പറഞ്ഞിട്ടായിരുന്നു നമുക്ക് ഇപ്രാവശ്യം എന്തായാലും മറ്റേ എന്താ പറയുക സദ്യ ഞാനുണ്ടാക്കും. അപ്പോൾ നമുക്ക് കുറച്ച് കളർഫുൾ ആക്കണമെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഓണത്തിൻ്റെ അന്ന് സദ്യ മൊത്തത്തിൽ ഉണ്ടാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നടപടിയാവുന്ന കാര്യമല്ലല്ലോ. അപ്പം കുറച്ച് 4-ാം തീയതി പിന്നെ കുറച്ച് 5-ാം തീയതി ഉണ്ടാക്കാം, അങ്ങനെയൊക്കെയായിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 4-ാം തീയതി ഞാൻ എണീച്ച് വന്നപ്പം ഏകദേശം ഒരു 2 മണി 3 മണി സമയമായിട്ട് ഉണ്ടായിരുന്നു. അപ്പം അമ്മ പറയുന്നത് എന്നെ വിളിച്ച് ചോദിച്ചപ്പം ഞാൻ ഉണ്ടാക്കിക്കോ എന്ന് പറഞ്ഞു എന്നാണ് അമ്മ പറയുന്നത്. കാരണം ഞാൻ ഉറക്കപ്പിച്ചിൽ എന്തോ എന്താ ഇത് കൊടുത്തു എന്നൊക്കെയാണ്, യെസ് കൊടുത്തു എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ എനിക്ക് സത്യം പറഞ്ഞാൽ ഓർമ്മയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം അമ്മ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയും മിച്ചുവും അച്ഛനും കൂടിയിട്ട് എന്താ പറയുക കൂട്ടുകറിയും അവിയലും ഉണ്ടാക്കി വെച്ചു. അപ്പം എണീച്ച് വന്നിട്ട് ഞാൻ ഉണ്ടാക്കും, ഞാൻ ഓവറാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് വരികയാണല്ലോ. അപ്പം ഞാൻ എണീച്ച് വന്നപ്പോൾ തന്നെ ഈ അവിയൽ കൂട്ടുകാരും കണ്ടപ്പം എൻ്റെ സാമന്തിയിൽ അങ്ങോട്ട് തെറ്റി. ഫുൾ അടിയായിരുന്നു. അടി എന്നൊക്കെ പറഞ്ഞാൽ എജ്ജതി അടിയായിരുന്നു എന്ന് പറയും. ഞാനൊരു ക്യാമറ കൊണ്ട് വരാത്തതുകൊണ്ടാണ്. ക്യാമറ കൊണ്ട് അവിടെ ഫിറ്റ് ചെയ്യണമായിരുന്നു. അങ്ങനെ ഫിറ്റ് ചെയ്തിരുന്നെങ്കിൽ ഒരു ഫോർച്യൂണറോ ഒരു മറ്റേ ഡിഫൻഡറോ എന്തെങ്കിലുമൊക്കെ കിട്ടാനുള്ള സ്കോപ്പ് എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ക്യാമറ എടുത്തുകൊണ്ടെന്ന് അങ്ങനെ മെനക്കേടായി പോയത്. പക്ഷെ സാരമില്ല, ഇനിയും അവസരങ്ങൾ വരുമല്ലോ. എൻ്റെ ഫാമിലി അല്ലേ, ഇനിയും അവസരങ്ങൾ വരും. ഇഫ് യു നോ വാട്ട് ഐ മീൻ. അങ്ങനെ അപ്പം അത് അവിടെ തീർന്നു. പിന്നെ ഞാൻ കുറച്ച് മൂഡ് ഓഫ് ഒക്കെ ആയിരുന്നു. പിന്നെ അമ്മ പറഞ്ഞു, അല്ല ഇതിപ്പം കൂട്ടുകറിയും അവിയലും മാത്രമല്ലേ ആയിട്ടുള്ളൂ, ഇനിയും സാധനങ്ങൾ കിടക്കുന്നില്ലേ, അതിപ്പോൾ നാളെ ഉണ്ടാക്കിക്കോ. 5-ാം തീയതി ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് സാധനങ്ങൾ ലിസ്റ്റ് വെച്ചിട്ടില്ലേ, അത് നീ ഉണ്ടാക്കിക്കോ, നീ വീഡിയോ എടുത്തിട്ടോ എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ഫുൾ ഓക്കെ, ഇത് ഞാൻ ഒറ്റയ്ക്ക് ചെയ്തിരിക്കും, നിങ്ങളുടെ ആരും ഹെൽപ്പ് വേണ്ട. ചെറുതായിട്ടൊന്ന് സൂപ്പർവൈസ് ചെയ്തോളൂ, പക്ഷെ ഞാൻ ഒറ്റയ്ക്ക് ചെയ്തിരിക്കുന്നു വെച്ചാൽ അങ്ങനെ നിൽക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ 5-ാം തീയതി രാവിലെ എണീക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് അതും ഞാൻ മൂഞ്ചി. കാരണം അലാം എന്നെ ചതിച്ചു. ഞാൻ അലാം അടിച്ചോന്ന് പോലും എനിക്ക് ഓർമ്മയില്ല. അലാം അടിച്ചോ അതോ ഞാൻ കേൾക്കാതിരുന്നതാണോ അതോ വന്നില്ലേ അലാം അടിച്ചില്ലേ ഒന്നും എനിക്കൊരു ഓർമ്മയില്ല. ഇതാണ് അമ്മ പറഞ്ഞത്. ഇന്നലെ ചിലപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടാവും അമ്മയോട് ചെയ്തോ എന്നൊക്കെ. ഒരു ഓർമ്മയില്ല, ഒരു ബോധമില്ല, ഒന്നുമില്ല. എനിവേ ഞാൻ എണീച്ച് വരുന്ന സമയത്ത് ഏകദേശം പിന്നെയും ഒരു 12 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച ശേഷം അങ്ങോട്ട് പണി തുടങ്ങാൻ വേണ്ടി പോവുകയാണ്. അപ്പം ആദ്യം തന്നെ ഐശ്വര്യമായിട്ട് നമ്മൾ സാമ്പാറിൽ നിന്നാണ് തുടങ്ങാൻ പോകുന്നത് കേട്ടോ. അപ്പം അതിൻ്റെ മുന്നിൽ എല്ലാം കൂടി ഒരുമിച്ച് അവിടെ ചെയ്യാൻ പറ്റില്ലല്ലോ. പൂവൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ സ്വഭാവം അറിയുന്നത് കൊണ്ട് അവർ പൂവിലൊന്നും തൊട്ടിട്ടുണ്ടായിരുന്നില്ല. കാരണം എനിക്കിനി വീഡിയോ എടുക്കണോ വേണ്ടയോ എന്നുള്ളതൊക്കെ എൻ്റെ ഒരു സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയൊക്കെയാണ് മാറുക എന്നുള്ളത് ഇവർക്കും വലിയ പിടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അവരത് തൊടാതെ അനക്കാതെ വെച്ചിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാൻ മിച്ചോടുത്ത് പോയിട്ട് മിച്ചുവിനെ കുത്തിപ്പൊക്കി മിച്ചോട് പറഞ്ഞു പോയി പൂ വീഴ്ച പറിച്ച് എന്തെങ്കിലുമൊക്കെ കാണിച്ച് എന്തെങ്കിലുമൊക്കെ ഇടുന്നു. അപ്പം നമ്മുടെ സർവ്വസാധാരണമായ വട്ടത്തിൽ അങ്ങോട്ട് ഇടാമെന്ന് ഓളും തീരുമാനിച്ചു. കാരണം വട്ടമാണല്ലോ ഏറ്റവും കൂടുതൽ സിമ്പിൾ ആയിട്ടുള്ള സാധനം. വെറുതെ നമ്മൾ ഡിസൈനൊക്കെ തപ്പി പിടിച്ചെടുത്ത് വരുമ്പോഴേക്കും ചിലപ്പോൾ രാത്രി നട്ടപ്പാതിരൊക്കെ ആവും. അതിനെക്കാട്ടും ഭേദം എന്താണ്, വട്ടം അങ്ങനെ പറഞ്ഞ് കിട്ടുക തന്നെ. പിന്നെ പൂവൊക്കെ പിച്ച് പറിച്ചിരിക്കുമ്പോൾ ഒരാൾ വന്നിരിക്കുന്നുണ്ടില്ലേ, വന്ന് നോക്കുന്നുണ്ട്. പൂവിലേക്കാണ് കണ്ണുകൾ. ഇട്ട് കഴിഞ്ഞിട്ട് വന്ന് നടുവിൽ കിടക്കാനായിരിക്കും അല്ലേ? ആണെന്ന് അന്നുണ്ടല്ലോ. അപ്പൊ മൂപ്പര അവിടെ നിർത്തി കഴിഞ്ഞാൽ ശരിയാവില്ലെന്ന് മനസ്സിലായി. അപ്പൊ ഞാൻ മൂപ്പര എടുത്തോണ്ട് വന്ന് അടുക്കളയിലേക്കും കൂടെ പോയി. എന്നിട്ട് നമ്മളിപ്പോൾ സാമ്പാറിൽ തുടങ്ങാൻ പോവുകയാണ് കേട്ടോ. പച്ചക്കറികളെല്ലാം ഞാൻ ഇങ്ങനെ കാണിച്ചു തരാൻ പോവുകയാണ്. ഇതൊക്കെ ഞാൻ കുറച്ച് മുറിക്കാൻ പോകുന്നത് നമ്മുടെ കേബേജ് തോരൻ ഉണ്ടാക്കാനുള്ള കേബേജ്. ക്യാബേജ് പുറത്തേക്ക് വരുന്നില്ല. ക്യാബേജ് തോരനുണ്ട്, ക്യാബേജ്, ബീട്രൂട്ട് ഇതൊക്കെ പിന്നെ സാമ്പാറിൻ്റെ സാമഗ്രികളാണ്. അപ്പോൾ മുറിക്കുന്നൊന്നും കാണിക്കാൻ എനിക്ക് വയ്യ. ഇല്ല, മുറിച്ച് കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കാം.
കഷ്ണങ്ങൾ മുറിച്ചു തരുന്ന കോമഡി സൈസ് വേണ്ടാത്ത സാധനങ്ങൾക്ക് സൈസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് കണ്ടില്ലേ ഉള്ളി പൊട്ടേറ്റോ ക്യാരറ്റ് അതൊക്കെ ഞാൻ പീൽ ചെയ്ത് അവസാനം നല്ല അവസ്ഥയിലാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാം കൂടി മുറിച്ച് വെച്ചിട്ട് ഞാൻ അടുപ്പിന്റെ മുകളിലേക്ക് കയറ്റാൻ പോവുകയാണ് കേട്ടോ. അയ്യോ അയ്യോ അങ്ങനെ എങ്ങനെയൊക്കെയോ ആദ്യത്തെ സാധനം അതേ സ്റ്റൗവിന്റെ മുകളിൽ കയറ്റിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നോമ്പിന്റെ മനസ്സിൽ സാമ്പാർ എന്ന് പറഞ്ഞ് ഭയങ്കര ഈസി സാധനമായിരുന്നു. എല്ലാം കൂടി കഷ്ണങ്ങൾ എടുത്തിട്ട് ആ കുക്കറിൽ വെച്ചിട്ട് വേവിച്ചാൽ മതി എന്നൊക്കെ ആയിരുന്നു. പക്ഷേ അല്ല, കുറച്ച് സാധനങ്ങൾ കുക്കറിൽ, കുറച്ച് സാധനങ്ങൾ ചട്ടിയിലും കയറ്റിയിട്ട് വേണം നമ്മൾ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ രണ്ടിനെയും കൂടിയിട്ട് സ്റ്റൗവിന്റെ മുകളിൽ കയറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഇടയിൽ വേണം ബാക്കി സാധനങ്ങൾ ഷട്ടപ്ഡേ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മീമി പൊരിച്ചെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ബീട്രൂട്ട് പച്ചടി നോമിൻ്റെ ഫേവററ്റ് ആണ് കേട്ടോ. അപ്പോൾ ഈ സംഭവത്തിലേക്ക് നമ്മുടെ ആ തേങ്ങേൻ്റെ അരപ്പ് അങ്ങോട്ട് ചേർത്ത് വരുമ്പോൾ ആ ലൈറ്റ് പിങ്ക് കളറിലേക്ക് വരുന്ന ആ ഒരു കാഴ്ച ഉണ്ടല്ലോ, വാ പൊളി. അത് കഴിഞ്ഞിട്ട് നമ്മൾ സാമ്പാറിന് വേണ്ടിയിട്ട് ഈ തേങ്ങയൊന്ന് വറുത്തെടുക്കണമല്ലോ. അപ്പം അത് ഒരു മണിക്കൂറിന് ശേഷം എങ്ങനെയൊക്കെ കൂടി വറുത്തെടുത്ത് അതിനെ തണുപ്പിക്കാൻ വേണ്ടി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെയൊക്കെ ഇടയിൽ വെച്ചിട്ട് എൻ്റെ കണ്ണെന്ന് ഇങ്ങനെ പൊന്നീച്ചൊക്കെ പാറാൻ തുടങ്ങി. ആ പൊന്നീച്ച പാറുന്നതിൻ്റെ ഒച്ചയാണെന്ന് തോന്നുന്നു ചെവിയിൽ കൂടി ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല രീതിക്ക് പോകുന്നുണ്ടായിരുന്നു. എനിക്ക് മനസ്സിലായി ഇങ്ങനെ ചെറുതായിട്ടൊന്ന് എന്താ പറയുക ഇങ്ങനെ ഇറങ്ങുന്നുണ്ടായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി. കാരണം കുറച്ചധികം സമയമായേ തുടങ്ങായിട്ട്, ഈ പാചകം തുടങ്ങിയിട്ട് കുറച്ച് സമയമായി. എൻ്റെ വിചാരിച്ചത് അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു പെട്ടെന്ന് ഇങ്ങനെ ഷട്ടപ്പടേ ഒക്കെ ചെയ്യാമെന്നൊക്കെ ആയിരുന്നു വിചാരിച്ചത്. പക്ഷെ ഒന്നും നടന്നില്ല. പിന്നെ സംഭാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മോര് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് കുറച്ചെടുത്ത് നാലോണം കുറേ ഉപ്പും കൂട്ടി കലക്കിയെടുത്ത് അങ്ങോട്ട് കുടിച്ചപ്പോഴാണ് ലേശം ഒന്ന് എൻ്റെ കണ്ണ് തുറന്നത് കേട്ടോ. പിന്നെ വാട്ടത്തിൽ പൂട്ടപ്പളേക്കും കഴിച്ചില്ലായി എന്ന് പറഞ്ഞാൽ കയ്യോടെ പോയിക്കൊണ്ട് വന്നിട്ട് പായസം കൂട്ടിയും കൂടി ഏൽപ്പിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ആ തേങ്ങ കൊണ്ട് തണുക്കണ സമയം കൊണ്ടിട്ട് ക്യാബേജ് തോരനും കൂടി റെഡിയാക്കി. പിന്നെ സാമ്പാറിനെക്കാട്ടുള്ള സാമ്പാറായ രസം കൂടി റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ വെള്ളം കുറച്ച് ആഡ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യും. പിന്നെ നല്ല പുളിയായിരുന്നു, കാരണം ഞാൻ പുളിയുടെ സോള് വരെ പിഴിഞ്ഞ് ഇളക്കിയിട്ടുണ്ടായിരുന്നേ. പിന്നെ പായസവും റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ചും കൂടെ ആയപ്പോണ്ടല്ലോ എൻ്റെ ദൈവമേ എൻ്റെ ഐഡിയ ആയിപ്പോൾ ഇല്ലെങ്കിൽ ഉണ്ടല്ലോ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ കൂടിയായിരുന്നു ഞാൻ കടന്നു പോയിക്കൊണ്ടിരുന്നത്. ഓ മൈ ഗോഡ്. അങ്ങനെ ബാക്കിയുള്ളതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടോ. ഇനിയിപ്പോൾ സാമ്പാറിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കിടക്കാൻ പോവുകയാണ്. രണ്ടും കൂടി മിക്സ് ചെയ്ത് നമ്മൾ നേരത്തെ അരച്ച് വെച്ച തേങ്ങയില്ലേ അതും കൂടി അങ്ങോട്ട് ആഡ് ചെയ്ത് കഴിയുമ്പോൾ വാശൂപം. പിന്നെ ഞാനിങ്ങനെ ചലിച്ചോണ്ടിരിക്കാൻ കാരണം ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെ പണി ചെയ്യുന്നത്, അതുകൊണ്ട് മാത്രം കേട്ടോ. എനിക്ക് ശരിക്കും തോന്നിപ്പോയി ഇതിനൊന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല. ഒരു ഇല വെട്ടിയെടുത്ത് ബിരിയാണി പാർസലും വാങ്ങിച്ചിട്ട് ഇലേൻ്റെ മുകളിൽ കമഴ്ത്തിയിട്ട് അങ്ങോട്ട് കഴിച്ചാൽ മതിയായിരുന്നു എന്ന് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് തോന്നിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ സാരമില്ല, ഒന്നില്ലെങ്കിലും ഒരു 4 മണി ആയപ്പോഴെങ്കിലും നമ്മൾ സദ്യ ഉണ്ടാക്കി കഴിഞ്ഞല്ലോ. അത് തന്നെ വലിയൊരു കാര്യം. ഞാൻ വിചാരിച്ചത് ഈ സദ്യ രാത്രി നട്ടപ്പാതിരക്കൊക്കെ കഴിക്കേണ്ടി വരുന്നായിരുന്നു ഒരു പോക്ക് കണ്ടിട്ട്. പക്ഷേ ഇല്ല, നമ്മൾ ഈവനിങ് സ്നേക്കായിട്ട് കഴിച്ചിട്ടുണ്ട് സദ്യ. ബലബേഷ്, വെൽ ഡൺ. അപ്പം സദ്യ ഏകദേശം എല്ലാ സാധനങ്ങളും റെഡി ആയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചത് മൊത്തം ഒരു വെജ് സദ്യ അല്ല, കുറച്ച് വെജ് സാധനങ്ങളും എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് വെജ് സാധനങ്ങളും പിന്നെ മൊത്തത്തിൽ നോണും ആയിരുന്നു കേട്ടോ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഇതാണ് നമ്മുടെ സദ്യ. നമ്മുടെ സദ്യ റെഡി ആയിട്ടുണ്ട്. പഴം, ഉപ്പ്, കൊണ്ടട്ടം, ശർക്കരപ്പൊടി, വേറുപെരി, ബീഫ് അച്ചാർ, ഇതെന്തായിരുന്നു ചെമ്മീനത്തെ സാധനം, പുളിയിഞ്ചി, ക്യാബേജ് പെറി, ബീട്രൂട്ട് പാച്ചറ, അവിയൽ, കൂട്ടുകറി, മീൻ പൊറിച്ചത്, ചേക്കളാർട്ട് പോയി, ചിക്കൻ, പിരി ചിക്കൻ, പിന്നെ ചോറ്, സാമ്പാർ, പാപ്പടം, സംബരം, രസം, ഇതിൻ്റെ പേരെന്തായിരുന്നു, പായസം, പായസം എല്ലാം കൂടെ റെഡി വെച്ചുകൊണ്ട്. അപ്പം നമുക്ക് കഴിച്ച് തുടങ്ങാം. അങ്ങനെ ഭീഷ സദ്യ കഴിച്ച ശേഷം പായസവും പഴവും കൂടി ഒരു പിടി പിടിക്കാമെന്ന് വിചാരിച്ച് പുതിയൊരു ഇലയൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാനിങ്ങനെ കണ്ടിട്ട് കുറേ പേരിങ്ങനെ പായസവും പഴവും പപ്പടം കൂട്ടി കഴിക്കുന്ന കേട്ടോ. പപ്പടം ട്രൈ ചെയ്യണമെന്ന് എനിക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നില്ല. ഈ പായസവും പഴവും എങ്ങനെയുണ്ടാവുമെന്ന് എനിക്ക് ഒന്ന് ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ ഒരു ബൈറ്റ് എടുത്തപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇത് എനിക്ക് പറഞ്ഞിട്ടുള്ള കാര്യമല്ല എന്നുള്ളത്. കാരണം എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പിടിച്ചില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, പഴം മാത്രം ആദ്യം കൂടി കഴിച്ചിട്ട് ബാക്കിയുള്ളത് ഇലയിൽ നിന്ന് അങ്ങോട്ട് നല്ലോണം നക്കി എടുത്തിട്ടുണ്ട്. പായസം അത് തന്നെയാണ് എനിക്ക് പിടിക്കുന്നത്. അപ്പം പായസം വെറുതെ കഴിക്കുന്നതാണ് എനിക്ക് പിടിച്ചതെന്ന് എനിക്കോട് മനസ്സിലായി. പിന്നെ സദ്യയൊക്കെ കഴിച്ചു കഴിഞ്ഞ ശേഷം നമ്മൾ കിടക്കുകയാണ് കലാപരിപാടിയിലേക്ക്. കലാപരിപാടിയിലേക്ക് കിടക്കുന്നതിന് മുന്നിലേതേ എൻ്റെ അനിയത്തി വളരെയധികം കഷ്ടപ്പെട്ടിട്ട് വട്ടം പൂക്കളം നിങ്ങളെ ഞാൻ കാണിച്ചിരിക്കുകയാണ്. എങ്ങനെ ഇഷ്ടപ്പെട്ടു? ആദ്യം തന്നെ കുറച്ച് ഫോട്ടോ സെഷൻ, ഗ്രൂപ്പ് ഫോട്ടോ സെഷനൊക്കെ ആയിരുന്നു. വീഡിയോ എടുക്കലും ഫോട്ടോസ് എടുക്കലും അങ്ങനെയൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട്
നമ്മുടെ ഗെയിംസ് കലാപരിപാടിയിലേക്ക് കടക്കുകയാണ്. ഞാനാണ് ഗ്രാൻഡ് മാസ്റ്റർ. അപ്പോൾ ആദ്യത്തെ ഗെയിം എന്തായിരുന്നു? കപ്പ്. 3 കപ്പ് 3 പേർക്കും കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അവർ ഈ ഒരു കപ്പ് തലയിൽ വെച്ചിട്ട് ഇങ്ങനെ നടന്നു പോവുക, ആ ടേബിളിൻ്റെ മുകളിൽ വെക്കുക, പിന്നെയും തിരിച്ചു പോകണം. എന്നിട്ട് പിന്നെയും അടുത്ത കപ്പ് എടുത്ത് വെക്കുന്നു, നടന്നു വരുന്നു, ടേബിളിൻ്റെ മുകളിൽ വെക്കുക. അങ്ങനെ ഒരു 3 കപ്പുണ്ട്. ഇങ്ങനെ വെച്ചിട്ട് ഒരു പിരമിഡ് പോലെ ഉണ്ടാക്കണം. ആദ്യമാരാണോ പിരമിഡ് ഉണ്ടാക്കുന്നത് അവർ വിജയ്. തീരുമാനിച്ചു, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി വെച്ചോ. അപ്പോൾ തുടങ്ങാതെ. റെഡി സ്റ്റഡി ഗോ. ഇല്ല അവിടെ എത്തിയിട്ട് എടുക്കാൻ പറ്റില്ലട്ടോ. വിച്ചു പിന്നെയും തിരിച്ചു തരണം. വിച്ചു അവിടെ എത്തിയിട്ട് എടുക്കാൻ പറ്റില്ല. തലേന്ന് നേരത്തെ എടുക്കരുതേ. ടേബിളിൻ്റെ അടുത്ത് എത്തിയാൽ മാത്രമേ വെക്കാൻ പാടുവേ. അത് വേണമെങ്കിൽ കൂട്ടിക്ക. അവിടെ എത്തിയിട്ട് വെക്കാൻ പാടുള്ളൂ. എത്ര നേരം എടുത്തോ താനൊന്ന് വീഴ്ത്താൻ വേണ്ടിട്ട്. ലൂസർ ഓക്കെ തീർക്കണം പോലെ. തീർക്ക്. നിങ്ങൾക്ക് 2 പേർക്കും മിച്ചുനെക്കാട്ട് കൊടുക്കുന്ന ബാലൻസ് ഉണ്ടല്ലോ. പക്ഷെ വിന്നർ ആയിരിക്കുന്നത് നെക്സ്റ്റ് കസേര കളി. കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചത് അച്ഛയാണ്. ഇപ്രാവശ്യം ആര് ജയിക്കും എന്ന് നമുക്ക് നോക്കാം എന്നേ ഉള്ളൂ. എന്തൊരു അനുസരണയുള്ള കുട്ടികൾ. വയ്ക്ക ഇല്ല, ഞാൻ ഓഫ് ചെയ്തിട്ടില്ല. ഇല്ല അത് കളിക്കില്ല. അത് നിങ്ങളിപ്പോ തലകറങ്ങിയ അമ്മ അവിടെ കിടക്കുന്നത് കേട്ടോ. താനും പിന്നെ ഔട്ടായി. തനിക്ക് നാണില്ലടോ ഇങ്ങനെ. എനർജി സെറ്റ് ആയിട്ടില്ല. ഓക്കെ ചോർണം മാറ്റി. ശരി കേട്ടോ വെച്ചോ. ഗെയിം നമ്മൾ തന്നെ തലകറങ്ങി ചാവാനായ സ്ത്രീ ജയിച്ചിരിക്കുന്നു. വണക്കമൊക്കെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ മഞ്ചാടി പറക്കി കോമ്പറ്റീഷൻ ആയിരുന്നു. വീട്ടിൽ കുറേ മഞ്ചാടി ഞാൻ പണ്ടൊക്കെ പറക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് ഒരു ഗെയിം കഴിഞ്ഞാൽ ഞാൻ ഈ മഞ്ചാടി ഇവിടെ ഇങ്ങോട്ട് വെതിർത്തിടും. എന്നിട്ട് ഞാൻ സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ പറക്കിക്കൊള്ളാം. ഓക്കെ. എന്നിട്ട് ഏറ്റവും കൂടുതൽ മഞ്ചാടി കിട്ടുന്ന ആളായിരിക്കും വിന്നർ. ആദ്യം ഞാൻ ഇട്ടെ. ഞാൻ സ്റ്റാർട്ട് എന്ന് പറയുമ്പോഴേ പറക്കാൻ പാടുള്ളൂ കേട്ടോ. ആക്കാൻ പോണേ സ്റ്റാർട്ട്. എല്ലാം പറക്കെടുത്ത കള്ളക്കളി ഇതൊക്കെ. ഓക്കെ ഗൈസ്, കിട്ടിയില്ലേ? അല്ല ടേബിള് വൃത്തിയായില്ലേ? ഇനി എണ്ണി പറയൂ. എണ്ണ നിലത്തിരുന്ന് എണ്ണിക്കോ. അച്ഛൻ എത്രയാണ്? അച്ഛൻ 33. അച്ഛനും മിച്ചൊക്കെ പറക്കുന്നുണ്ടോ? വിചാരിച്ചു അമ്മയ്ക്ക് ഉണ്ടാവില്ല. എന്നിട്ട് അമ്മയ്ക്ക് 40. അമ്മ സ്ട്രാറ്റജിക്കലി പ്ലേ ചെയ്തു. മമ്മി മിച്ചൊരു എത്ര ഉണ്ട്? കുഞ്ഞാറ്റക്കുട്ടിയിൽ പോയല്ലോ. 45 ആയില്ലേ? അമ്മയ്ക്ക് 44 അങ്ങനെ രണ്ടിലും വളരെയധികം ദയനീയമായി പരാജയപ്പെട്ട ശേഷം മഞ്ചാടി പറക്കുന്നത്
വെച്ച് ജയിച്ചിരിക്കുന്നത് അച്ഛൻ ഒന്നില് ഫസ്റ്റ്. അങ്ങനെ ആദ്യത്തെ എന്തായിരുന്നു ആ കപ്പെടുത്തിട്ട് ഒലത്താനുള്ള ഗെയിമിൽ അച്ഛൻ ജയിച്ചെടുക്കുന്നത് പത്തിന് അച്ഛന് അത് കഴിഞ്ഞിട്ട് വളരെയധികം മനോഹരമായ തല ഇപ്പോഴും ഇരിക്കുകയാണ്. മഞ്ചാടി വർഗ്ഗം വളരെയധികം, ഞാൻ ഒന്നും കൂടി പറയാണ്, ദയനീയമായി പരിചയപ്പെട്ട ശേഷം മഞ്ചാടി വർഗ്ഗങ്ങളിൽ വളരെയധികം എന്താ പറയുക വിജയം കൈവരിച്ച മിച്ചോനെ. ഇങ്ങനെ ഇതോടുകൂടി ഓണക്കിലെ പരിപാടികൾ അവസാനിച്ചിരിക്കുന്നു ഈ വർഷത്തെ. ഇനി നമുക്ക് ലേശം എന്താ പറയുക മിച്ചുവിൻ്റെ കുറച്ച് അലബ് ഫോട്ടോസ് എടുത്ത് കൊടുക്കാനുണ്ട്, എൻ്റെ കുറച്ച് അലബ് ഫോട്ടോസ് കിട്ടാനുണ്ട്. അതിനുശേഷം ഓണപരിപാടി നിർത്തുകയാണ്. അങ്ങനെ ഈ വർഷത്തെ ഓണവും വളരെയധികം മനോഹരമായി നമ്മൾ പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഒരു തട്ടിക്കൂട്ടോണം, പക്ഷെ നൈസായിരുന്നു. സദ്യ ഉണ്ടായിരുന്നു, ഫോട്ടോ സെഷൻ ഉണ്ടായിരുന്നു, ഗെയിംസ് ഉണ്ടായിരുന്നു, പൂക്കളമിട്ടവും ഏത് മൂഡ് പൊളി മൂഡ് തന്നെയായിരുന്നു. പിന്നെ ഏകദേശം പൊട്ടിത്തെറികളൊക്കെ പിന്നെ എല്ലാ ഫാമിലിയിലുള്ള കാര്യം തന്നെയാണല്ലോ, അപ്പം അത് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടായിരുന്നു എല്ലാം കൊണ്ടും വളരെയധികം മനോഹരമായ ഒരു ഓണമായിരുന്നു. ഇനി ഞാൻ പോയിട്ട് ഈ മേക്കപ്പൊക്കെ ഒന്ന് അഴിച്ചു വെക്കണം. അതിനുശേഷം ഇവിടെ വളരെയധികം വാരി വലിച്ചിട്ടിരിക്കുകയാണ് എല്ലാ സാധനങ്ങളും. പിന്നെ ഡ്രസ്സ് ഉണ്ട്, എൻ്റെ ഓർണമെൻറ്റ്സ് ഉണ്ട്, എല്ലാ പണ്ടാരങ്ങളും ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കണം. അതൊക്കെ കഴിഞ്ഞ ശേഷം വളരെയധികം മനോഹരമായിട്ടൊന്ന് കിടന്നുറങ്ങി പണ്ടാരെടുക്കണം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇനി അടുത്ത ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെ എന്നെ കാത്തിരിക്കുക. ബൈ ദ ബൈ.